UDF-നെ മികച്ച ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ എത്തിച്ചില്ല എങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വെള്ളാപ്പള്ളി ആർക്കു വേണ്ടിയാണ് പറയുന്നത് എന്ന് തനിക്കറിയാം. താൻ ശ്രീനാരായണ ദർശനങ്ങളിൽ വിശ്വസിക്കുന്നവനാണ്. 90 വയസ്സിന് അടുത്തെത്തിയ വെള്ളാപ്പള്ളിക്ക് അതേ ഭാഷയിൽ മറുപടി നൽകാനാകില്ല എന്നും VD സതീശൻ. എന്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹമായിട്ടൊന്നും മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല. പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു. 98 സീറ്റ് UDF-ന് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കുന്നു. അപ്പോൾ 97 വരെ അദ്ദേഹത്തിന് യാതൊരു സംശയമില്ല. ഞാൻ അദ്ദേഹത്തുമായിട്ട് വെല്ലുവിളിയോ ഒന്നുമില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UDF-നെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ചോദിച്ച് ഉറപ്പായി പോകും. നിതിൻ സേവ്യർ ഉണ്ട് വിവരങ്ങൾ നൽകാനായി. നിതിന് വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുകയാണ് VD സതീശൻ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് UDF-ന് 100-ൽ കൂടുതൽ സീറ്റ് താൻ നേടിക്കൊടുക്കും, ഇല്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്നുള്ള ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ സതീശൻ നടത്തിയിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളായിരുന്നു VD സതീശൻ പറഞ്ഞത്? കഴിഞ്ഞ ദിവസങ്ങളിൽ എറണാകുളത്ത് പരിപാടികളിലാണ് ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും പരാമർശങ്ങൾ വളരെ കടുത്തു പോവുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മൂവാറ്റുപുഴയിൽ നടന്ന പരിപാടിയിലൊക്കെ തന്നെ വളരെ കടുത്ത ഭാഷയിൽ, വളരെ മോശം ഭാഷയിലാണ് VD സതീശനെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നത്. സതീശൻ ഈഴവ വിരോധിയാണെന്നും ഈഴവനായ K സുധാകരനെ ഒതുക്കിയെന്നുമുള്ള ആരോപണങ്ങൾ, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയാകാൻ നടക്കുകയാണെന്നും സ്ഥാനം ഉറപ്പിക്കാനുള്ള നീക്കമാണ് നടത്തുന്നതെന്നും തന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ എന്നുമൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും അത്തരം കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവ് ഇത്തരം ആരോപണങ്ങൾക്കുള്ള മറുപടി നൽകിയിരുന്നു. വീണ്ടും കഴിഞ്ഞ ദിവസം ഇത്തരം ആരോപണം തുടർന്ന സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും അതിനൊരു പ്രതിപക്ഷ നേതാവ് കൊടുത്തിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെ ഏതായാലും വെല്ലുവിളിക്കാൻ താനില്ല. വെള്ളാപ്പള്ളി നടേശനെ വെല്ലുവിളിക്കാൻ താനില്ല. അദ്ദേഹം ആജീവനാന്തം ആ പ്രസ്ഥാനത്തിൽ തന്നെ തുടർന്നു പോക്കോട്ടെ, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ മുൻപന്തിയിൽ തന്നെ ആജീവനാന്തം ഇരുന്നോട്ടെ, അതിന് തനിക്ക് പ്രശ്നമൊന്നുമില്ല, വെല്ലുവിളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ തിരിച്ചുള്ള വെല്ലുവിളി, അതായത് കഴിഞ്ഞ ദിവസം 98 സീറ്റ് കോൺഗ്രസ് നേടിയില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമോ എന്ന് വെള്ളാപ്പള്ളി നടേശൻ സതീശനെ വെല്ലുവിളിച്ചിരുന്നു. ആ വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. 98 സീറ്റ് എന്നല്ല, മികച്ച ഭൂരിപക്ഷത്തോടെ കോൺഗ്രസിനെ ഭരണത്തിലെത്തിക്കാനായില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകുമെന്നാണ് VD സതീശൻ ഇപ്പോൾ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ആർക്കു വേണ്ടിയാണ് അത് പറയുന്നത് തനിക്കറിയില്ല. ശ്രീനാരായണ ദർശനങ്ങൾ വിശ്വസിക്കുന്ന ആളായിരിക്കാണ്. അതുകൊണ്ടാണ് ഇത്തരം മറുപടി. പ്രത്യേകിച്ച് താൻ ഇരിക്കുന്ന പദവിയുടെ ഔചിത്യം തനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അതേ ഭാഷയിലുള്ള മറുപടി നൽകാത്തത് എന്ന് പറയുന്നുണ്ട്. ഒപ്പം 90 വയസ്സിനടുത്ത് വെള്ളാപ്പള്ളി, അദ്ദേഹത്തിന് മറുപടി പറയേണ്ട കാര്യം തനിക്കില്ല എന്നും VD സതീശൻ പറയുന്നുണ്ട്. ശരി, നിതിൻ സേവ്യർ ആണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.